വളരെ സങ്കടകരമായ ഒരു വാർത്ത ഞങ്ങൾ അറിയിക്കുകയാണ്. മഹാകവി അക്കിത്തം അന്തരിച്ചു. തൃശ്ശൂരിലെ ഹൈടെക് ആശുപത്രിയിൽ അല്പം മുമ്പായിരുന്നു അന്ത്യം. നിങ്ങൾക്കറിയുന്നത് പോലെ ജ്ഞാനപീഠം അവാർഡ് ജേതാവായ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഈയിടെ ജ്ഞാനപീഠ പുരസ്കാരം മന്ത്രി എ.കെ. ബാലൻ അദ്ദേഹത്തിൻ്റെ കുട്ടന്നൂരിലുള്ള വീട്ടിലെത്തിയാണ് സമ്മാനിച്ചത്. ഞങ്ങൾക്ക് ഏറ്റവും ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു, എന്നാൽ സന്തോഷകരമായ ഒരു കാര്യവുമാണത്. അദ്ദേഹം എഴുതിയെന്ന് കരുതുന്ന ഒരു ലളിതഗാനം അദ്ദേഹം എഴുതിയതാണ്. ആ ലളിതഗാനം 24 വഴി സംപ്രേഷണം ചെയ്തിരുന്നു. ആ പാട്ട് അദ്ദേഹം കേട്ട് ഇത് ശ്രീകണ്ഠൻ നായരും എം.ഡി. രാജേന്ദ്രനും കൂടെ ചെയ്ത പണിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചുവെന്ന് അദ്ദേഹത്തിൻ്റെ മകൻ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ. അക്കിത്തം എന്ന് പറയുന്ന വ്യക്തിയെ കൂടി തിരിച്ചറിയാൻ എനിക്ക് കഴിയുന്നുണ്ട് എന്ന് മാത്രമല്ല, 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്നൊരു ഒറ്റ കൃതി മതി ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും നല്ല കവികളിൽ 10 കവികളെ എടുത്താൽ അതിലൊരാൾ അക്കിത്തമായി മാറുന്നു. ജ്ഞാനപീഠം അദ്ദേഹത്തിന് താമസിച്ചു പോയി എന്നാണ് പറയുന്നത്. നിരത്തിൽ കാക്ക കുത്തുന്നു ചത്ത പെണ്ണിൻ്റെ കണ്ണുകൾ, ഇങ്ങനെയുള്ള ദൃശ്യം സ്ഫുരിക്കുന്ന കവിതകളിലൂടെ മലയാളിയെ അമ്പരപ്പിച്ച കവി കൂടിയാണ് അക്കിത്തം. ഭക്തകവി എന്ന അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്ത് മൂലയ്ക്കൊതുക്കാൻ പല ആളുകളും ശ്രമിച്ചപ്പോഴും വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, അറിവ് പോലും തിരിച്ചറിവ് പോലും ദുഃഖമാണ് എന്ന് എഴുതി റിയാക്ട് ചെയ്തുകൊണ്ടാണ് അക്കിത്തം ലോകത്തോട് സംസാരിച്ചത്. മഹാകവി അക്കിത്തം ഓർമ്മയാകുമ്പോൾ ഒരു വലിയൊരു കാലഘട്ടമാണ് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുന്നതെന്ന് കൂടി അറിയാം. അതേസമയം അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ ആത്മകഥയൊക്കെ തന്നെ ഇംഗ്ലീഷിലേക്ക് ഈ അടുത്തിടെ വിവർത്തനം ചെയ്യപ്പെട്ടു. ഒരുപാട് ആളുകൾ അക്കിത്തത്തെ വായിക്കപ്പെടാൻ പോകുന്നു എന്നതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും അതുപോലെ കവിതയെ സ്നേഹിക്കുന്ന ആളുകൾക്കുമൊക്കെ ഉണ്ടായ വിയോഗത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. ഇത് എനിക്കൊരു വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ കാലത്തും മുറുക്കാം ചെല്ലവുമായി ആകാശവാണി തൃശ്ശൂർ നിലയത്തിൻ്റെ പടികയറി വരുന്ന അക്കിത്തത്തിനെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറുക്കാൻ ചെല്ലത്തുനിന്ന് സ്വാതന്ത്ര്യത്തോടെ ഒരിത്തിരി മുറുക്കാനെടുത്ത് മുറുക്കുന്ന ഒരു ദിവസമായിരുന്നു ഞാൻ എന്നും സ്വപ്നം കണ്ടിരുന്നത്. അത് ഇപ്പോഴും സ്വപ്നമായി തന്നെ തുടരുന്നു. ഞാൻ ഈ അടുത്തിടെ അത് പറഞ്ഞിരുന്നു. ഈ തൃശ്ശൂരിലെ ഹൈടെക് ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം രോഗത്തിന് ചികിത്സയിലായിരുന്നു. ഈ ഹൈടെക് ആശുപത്രിയിൽ തന്നെ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിട്ട് 2-3 ദിവസങ്ങളായി. സുധീഷ ധർമ്മൻ ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഈ കാര്യത്തിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നു. സുധീഷ, അക്കിത്തം ഓർമ്മയാകുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? SK, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മൂത്രതടസ്സം കഠിനമായതിനെ തുടർന്ന് അക്കിത്തത്തെ തൃശ്ശൂരിലെ ഹൈടെക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുള്ളതിനാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയായിരുന്നു. അതിനിടയിലാണ് ഇന്ന് രാവിലെ അദ്ദേഹത്തിന്റെ അന്ത്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്. വളരെയധികം വേദനാജനകമാണ് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ എന്നുള്ളത് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മഹാകവിയായി അല്പം കുറച്ച് ദിവസങ്ങൾ 2019 ജ്ഞാനപീഠ പുരസ്കാരം കൂടി നേടിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളെ വിട്ട് പോകുന്നത്. സ്നേഹത്തിന്റെ തന്നെ മഹാഗാഥകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന കവിതകളായിരുന്നു അക്കിത്തത്തിൻ്റെതായി ഉണ്ടായിരുന്നത്. ദേശീയ പ്രസ്ഥാനത്തിലും യോഗക്ഷേമ സഭയിലെ പ്രവർത്തനങ്ങളിലുമൊക്കെ സജീവമായി നിരവധി കഥകളും കവിതകളും ചെറുകഥകളും നാടകങ്ങളും വിവർത്തനങ്ങളും ലേഖന സമാഹാരങ്ങളും ഒക്കെയായി സാഹിത്യ ലോകത്ത് തന്നെ നിറഞ്ഞു നിന്നിരുന്നു. അതോടൊപ്പം തന്നെ പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള ബഹുമതികളടക്കം അദ്ദേഹം നേരത്തെ തന്നെ കരസ്ഥമാക്കിയിരുന്നു. പാലക്കാടാണ് അദ്ദേഹത്തിന്റെ സ്വദേശമെങ്കിൽ കൂടിയും ഇവിടെയാണ് തൃശ്ശൂർ ഹൈടെക് ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ തേടിയിരുന്നത്. ചികിത്സാർത്ഥമാണ് അദ്ദേഹം തൃശ്ശൂരിൽ ഇടക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരുന്നതും അത്തരത്തിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവസാനമായി മൂത്രതടസ്സം വന്നപ്പോൾ പോലും തൃശ്ശൂരിലെ ഹൈടെക് ആശുപത്രിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതും ഇങ്ങനെ തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഇന്ന് രാവിലെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമുക്ക് എത്തിക്കാനുള്ളത്. നേരത്തെ SK സൂചിപ്പിച്ചതുപോലെ തന്നെ ആകാശവാണിയിലും അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. തൃശ്ശൂരിലെ ആകാശവാണി നിലയത്തിലും അദ്ദേഹം നിരവധി സംഭാവനകളടക്കം കൊടുത്തുകൊണ്ടാണ് കഴിഞ്ഞു പോയ ഒരു കാലം എന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം എന്ന വരികൾ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നുള്ളതാണ്. ഈ വരികളാണ് ഏറ്റവും അധികം അദ്ദേഹത്തെ ജനമനസ്സുകളിലേക്ക് അല്ലെങ്കിൽ സാഹിത്യ ലോകത്തിലേക്ക് എടുത്തുയർത്തിയ വാക്കുകൾ എന്ന് പറയുന്നത് ഈ വാക്കുകളാണ്. കമ്മ്യൂണിസ്റ്റുകാരുമായി ഉണ്ടായിരുന്ന സഹവർത്തിത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ കവിതയുടെ ഒരു പ്രചോദനം എന്ന് പറയുന്നത്. ആദ്യം അക്കിത്തം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യ വാക്കുകൾ എന്ന് പറയുന്നത് വെളിച്ച ദുഃഖമാണുണ്ണി, തവസല്ലോ സുഖപ്രദം എന്നുള്ളത് തന്നെയാണ്. EMS നമ്പൂതിരിപ്പാട് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി അടക്കം അടുത്ത ബന്ധമുണ്ടായിരുന്നു അദ്ദേഹം. ഈ ഒരു കവിതയോട് കൂടിയായിരുന്നു
കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായടക്കം മുദ്ര കുത്തപ്പെട്ടതും തുടർന്നുള്ള സംഭവ വികാസങ്ങളും ഒക്കെ. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രിയ കവി ഇപ്പോൾ ഓർമ്മയായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൃതികളിലൂടെയും കവിതകളിലൂടെയും അദ്ദേഹം നൽകിയ സംഭാവനകളിലൂടെയുമാണ് ഇനി അദ്ദേഹം ജനമനസ്സുകളിൽ ജീവിക്കുക. ഓക്കെ സുധീഷ, ഒരുപക്ഷെ കുട്ടനല്ലൂർ എന്ന ഗ്രാമത്തിന് ഏറ്റവും വലിയ ഭാഗ്യം വന്നത് രണ്ടുപേർ ഒരേ സ്കൂളിൽ പഠിച്ചിട്ട് ജ്ഞാനപീഠ ജേതാക്കളായി. ഒരാൾ MD വാസുദേവൻ നായരും ഒരാൾ അക്കിത്തവും. ഒരുപക്ഷെ ഇവർ വളരെ നല്ല സുഹൃത്തുക്കളുമാണ്. വാസു എന്ന് അദ്ദേഹം വളരെ വാത്സല്യത്തോടെ വിളിക്കുന്നത് പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് MDക്ക് വളരെ മാനസികമായി അടുപ്പമുള്ള ഒരാൾ കൂടിയാണ് അക്കിത്തം. ഒരുപക്ഷെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസകാരൻ എന്നതിനപ്പുറം അക്കിത്തത്തെ പലപ്പോഴും ഒരു പുരോഗമന ചിന്താഗതിയുടെ വിരുദ്ധനായിട്ടൊക്കെ ആൾക്കാർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഒരു സോഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു. സ്ഥിതി സമത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. നമുക്കൊപ്പം കവി റഫീഖ് അഹമ്മദ് ചേരുന്നു. റഫീഖ്, ഗുഡ് മോർണിംഗ്. വളരെ സങ്കടകരമായൊരു വാർത്തയുമായിട്ടാണ് ഇന്ന് ഈ പ്രഭാതം നമ്മളെ സമീപിക്കുന്നത്. എന്താണ് താങ്കൾ ഒരു കവി എന്ന നിലയിൽ വിലയിരുത്തുന്നത്? വലിയ സങ്കടം തന്നെയാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ട കാലം മുതലേ ഒരു കവി എന്നതിലുപരി വലിയൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൂടി കണ്ടിട്ടുള്ള ഒരാളാണ്. ഗുരുസ്ഥാനീയനായിട്ടൊരാളാണ്. വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ മലയാളത്തിലെ ഈ ഒരു വലിയ ഒരു വംശത്തിന്റെ ഒടുക്കം നിൽക്കുന്ന ഒരാൾ എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. കവിതയുടെ ഒരു പാരമ്പര്യത്തിന്റെ. അദ്ദേഹത്തിന്റെ കവിതകളെ കുറിച്ചൊക്കെ നമുക്ക് ഇനി വിലയിരുത്താനിരിക്കുന്നു. അദ്ദേഹം നമുക്ക് പെട്ടെന്ന് ഏറ്റവും പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അദ്ദേഹം സംസ്കൃതം പോലെയുള്ള അതിലൊക്കെ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ കവിതയിൽ ഏറ്റവും വളരെ തെളിഞ്ഞ മലയാളത്തിലാണ് അദ്ദേഹം അത് ഉപയോഗിക്കുന്നത്. ഏറ്റവും ഗ്രാമ്യ പദങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ ഗഹനമായ വിഷയങ്ങൾ പറഞ്ഞ തികച്ചും ഒരു മലയാളിയുടെയും അല്ലെങ്കിൽ ഇന്ത്യക്കാരന്റെയും മനസ്സ് ആവിഷ്കരിക്കുന്ന കവിതകളായിരുന്നു അദ്ദേഹത്തിൻ്റെതാണ്. പെട്ടെന്ന് പറയാൻ കഴിയും. ഓക്കെ റഫീഖ് അഹമ്മദ്, താങ്ക് യു റഫീഖ് അഹമ്മദ് ഞങ്ങളോടൊപ്പം ഈ അവസരത്തിൽ ചേർന്നതിന്. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് അക്കിത്തം ജനിച്ചത്. അദ്ദേഹത്തിന് 94 വയസ്സുണ്ടായിരുന്നു. തൃശ്ശൂർ ഹൈടെക് ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തിന് അന്ത്യം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ മലയാള കവിതയിലെ അപൂർവമായ സാന്നിധ്യം എന്ന് വെച്ചാൽ വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള കവിതകളും ഒക്കെ എഴുതിയ ഒരു വിഷണറി കവി കൂടിയായിരുന്നു അദ്ദേഹം. 2019 ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹം കുമരനെല്ലൂരിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് മന്ത്രി AK ബാലൻ അദ്ദേഹത്തിന് സമർപ്പിച്ചിരുന്നു. അപ്പോൾ ജ്ഞാനപീഠം കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രഭാവർമ്മയും അതോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പക്ഷേ ഒരു മലയാള കാവ്യ ലോകം കണ്ട അപൂർവ വ്യക്തിത്വങ്ങളിൽ ഒന്നായ അക്കിത്തം എപ്പോഴും ആൾക്കൂട്ടങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഏറ്റവും എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു കാര്യം, ആകാശവാണിയുടെ വയലും വീടും കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പരിപാടിയിലെ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായിട്ട് ഇരിക്കുമ്പോൾ ഞാനൊരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് വയലും വീടിൽ ജോലി ചെയ്യുന്നതിൽ വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഗാന്ധിജിയെ വായിക്കണം എന്ന് പറഞ്ഞു. കാരണം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് ഗാന്ധിജി പഠിപ്പിച്ചില്ലേ എന്ന് അദ്ദേഹം ശാസന രൂപത്തിൽ എന്നോട് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുന്നു. പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ MD രാജേന്ദ്രൻ തൃശ്ശൂർ ആകാശവാണിയിലെ പ്രോഗ്രാം അനൗൺസറായിരിക്കുമ്പോഴായിരുന്നു അക്കിത്തം അവിടെ ജോലി ചെയ്തിരുന്നത്. എന്ന് മാത്രമല്ല ഇവരും രമേശൻ നായരും ഒക്കെ തന്നെ ഒരു പ്രത്യേക ചങ്ങാത്തം നിലനിർത്തിയിരുന്നു, കവികൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം. അപ്പോൾ MDR ഇപ്പം യഥാർത്ഥത്തിൽ നമ്മളെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അക്കിത്തം കടന്നു പോകുന്നു. ഞാൻ ആ വാർത്ത അറിഞ്ഞു. ഇന്നലെ മുതലേ ഭയന്നിരിക്കുകയായിരുന്നു ഈ ദുഃഖകരമായ വാർത്ത വരുമെന്ന്. വാസ്തവത്തില് പഴയ കാലങ്ങളിൽ രമേശൻ നായരും ഞാനും അക്കിത്തും താങ്കളൊക്കെ കൂടെ ആകാശവാണി ഉണ്ടായിരുന്ന നല്ല കാലമാണ് പെട്ടെന്ന് ആലോചിച്ചു പോകുന്നത്. സത്യത്തില് അക്കിത്തം ജ്ഞാനപീഠം കിട്ടിയപ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹം പറയായിരുന്നു, ഇടശ്ശേരി, വൈലോപ്പള്ളി ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ ആൾക്കാരുള്ളപ്പോൾ എനിക്കെന്ത് ജ്ഞാനപീഠം അദ്ദേഹം പറഞ്ഞത്. അത്രമാത്രം വിനയമുള്ളവരായിരുന്നു അക്കിത്തം. മാത്രമല്ല, സത്യം പറയുകയാണെങ്കിൽ സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ഇങ്ങനെ ആകാശവാണിയിലെ ആ റൂമായിരുന്നു. അവിടെ വരാത്തവരില്ല. കാരണം വൈലോപ്പള്ളി അതുപോലെ എല്ലാ വലിയ വലിയ കവികളും അക്കിത്ത വലിയരാവ് ടീച്ചർ രമേശന് ഞങ്ങളിലായിരിക്കുന്ന മുറിയിലെ ഒരു സാഹിത്യ സമ്മേളനം നടക്കുമായിരുന്നു. തൊട്ടപ്പുറത്തായിരുന്നു ക്ഷീണനേരണം പോലും, ഓർക്കുന്നില്ലേ? അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തെ കാണാമെന്ന ചർച്ചകളും എല്ലാം സാഹിത്യമയമായിരുന്നു. മാത്രമല്ല 24 മണിക്കൂറും ജോലിയിൽ തൽപരനായിരുന്നു. അക്കിത്തം ഒരിക്കൽ പറഞ്ഞു, ഞാൻ വെണ്ടയ്ക്കയെക്കുറിച്ചും വഴുതിനെക്കുറിച്ചും കവിത എഴുതും, കാരണം അതെന്റെ ജോലിയാണ്. വയലും വീടും കൃഷിക്കാരന്റെ മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒബ്സഷനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഞാൻ അതൊരു ചോദിച്ചു. അടുത്ത കാലത്ത് പോയപ്പോൾ ചോദിച്ചതാണ്, മഹാത്മാഗാന്ധിയുടെ പടം
പലരും പല രാഷ്ട്രീയ അപജയങ്ങളൊക്കെ വന്നതിന്റെ പേരിൽ വെച്ച സ്ഥലത്തുനിന്ന് മാറ്റി വെച്ചവരുണ്ട്. പക്ഷെ അക്കിത്തത്തിന്റെ ആ വീട്ടില് ശ്രീകോവില് പോലുള്ള വീട്ടില് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന മഹാത്മാഗാന്ധിയുടെ പടമാണ്. ആ പടം ആ ഭിത്തിയിൽ ഇന്നും എന്നും ഇരിക്കുകയാണ്. അത്രമാത്രം ഗാന്ധിയനായ മഹാത്മാഗാന്ധി ജോലിയിലൂടെ വളരെ തൽപരനായിരുന്നു. അതാണ് ആകാശവാണിയിലെ വയലും വീടും. അപ്പോൾ അദ്ദേഹം ഒരു കവിത എഴുതി, 20 നക്ഷത്രങ്ങൾ ഉദിച്ചു ഇന്ത്യയെ നിന്റെ ഹായസ്. അത് ആകാശവാണിയിൽ ജോലിയുള്ളപ്പോൾ അത് എഴുതേണ്ടി വന്നു. കാരണം 20 പരിപാടിയെക്കുറിച്ചുള്ള കവിത വേണമെന്ന് പറഞ്ഞപ്പോൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ആ മനുഷ്യൻ 20 നക്ഷത്രങ്ങൾ ഉദിച്ചു ഇന്ത്യയെ നിന്റെ ഹായസ് എന്ന് എഴുതുകയാണ്. ഞാൻ എന്റെ മനുഷ്യനൊക്കെ അന്തം വിട്ടുപോയി. കാരണം അത്രയ്ക്കൊക്കായിട്ട് പാട്ട് എഴുതുന്നൊരു ടാലന്റ് ആകാശവാണിയിൽ അദ്ദേഹത്തിന്റെ കോഴിക്കോടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ആ മനുഷ്യനെ കുറിച്ച് ഒരു വാക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എന്റെ എല്ലി കൊമ്പനാനകൾ എന്ന് വിശ്വസിച്ച സാത്വിക ബ്രഹ്മചാരി എന്ന് പറയാൻ പറ്റില്ല, സാത്വികമായിട്ടുള്ള ഒരു സങ്കല്പമുള്ള മലയാളത്തിന്റെ ഒരു ജീനിയസ്. ഓക്കെ, എം ഡി രാജേന്ദ്രൻ, വളരെ താങ്ക്സ് ഈ അവസരത്തിൽ ചേർന്നതിന്. പ്രശസ്ത കവി എം ഡി രാജേന്ദ്രനാണ് നമുക്കൊപ്പം സംസാരിച്ചത്. തൃശ്ശൂർ ആകാശവാണി നിലയത്തിൽ അക്കിത്തം ജോലി ചെയ്യുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 2 കവികളായിരുന്നു എം ഡി രാജേന്ദ്രനും എസ് രമേശൻ നായരും. അവർ പലപ്പോഴും അവരുടെ ചർച്ചകളിലൊക്കെ തന്നെ ഒരു കേൾവിക്കാരനായി ഞാനും മാറിയിട്ടുണ്ട്. ഒരുപാട് കാവ്യലോകത്തുണ്ടാകുന്ന പുതിയ ഭാവുകത്വ പരിണാമത്തെക്കുറിച്ചൊക്കെ അക്കിത്തം വളരെ ആധികാരികമായി സംസാരിക്കുമ്പോൾ കേൾവിക്കാരായി ഞങ്ങൾ 3 പേരും ചിലപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. മഹാകവി അക്കിത്തം ഓർമ്മയാകുമ്പോൾ ഒരുപക്ഷെ മലയാള കാവ്യലോകത്തിന് അക്കിത്തത്തെ പോലൊരു കവിയുടെ അസാന്നിധ്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് അക്കിത്തം എന്ന കവിയെ ഓർക്കുമ്പോൾ കവിതയെ സ്നേഹിക്കുന്ന സ്മിത നമുക്കൊപ്പം ചേരുന്നു. സ്മിത, അക്കിത്തം എന്ന കവിയുടെ മഹാരചനകൾ അതിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് സ്മിതയ്ക്ക് ഫീൽ ചെയ്തത്? സ്മിത, ഒരു സെക്കൻഡ്. മന്ത്രി എ കെ ബാലൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ അടുത്ത ദിവസം കുമരനല്ലൂരിൽ പോയി അദ്ദേഹം ജ്ഞാനപീഠം പുരസ്കാരം അക്കിത്തത്തിന് സമ്മാനിച്ച ആളാണ്. ശ്രീ എ കെ ബാലൻ, ഈ അവസരത്തിൽ അക്കിത്തം നമ്മളെ വിട്ടുപിരിയുമ്പോൾ താങ്കളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് എന്താണ്? ഇതില് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജ്ഞാനപീഠം അവാർഡ് നേരിൽ കൊടുക്കാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ 2 ആഴ്ച മുമ്പാണ് ഞാൻ പോയത്. അദ്ദേഹത്തിന് നല്ല ഓർമ്മശക്തി ഉണ്ടായിരുന്നു. ആരോഗ്യസ്ഥിതി അത്ര മെച്ചമായിരുന്നില്ല. പക്ഷെ ഇത്ര പെട്ടെന്ന് നമ്മെ വിട്ടുപിരിയും എന്ന ധാരണ അന്നുണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ തുടർച്ചയിലെ ഒരു വലിയ പ്രകാശമാണ് അക്കിത്തം. അത് പൊലിഞ്ഞുപോയി എന്നുള്ളത് ഒരു നികത്താൻ പറ്റുന്ന, സാധാരണ നിലയിലുള്ളത് നികത്താൻ പറ്റുന്ന വിടവല്ല. തമസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, തമസല്ലോ സുഖപ്രദം. ഒരു വെളിച്ചം നഷ്ടപ്പെട്ടതിന്റെ അനുഭവമാണ് ഇപ്പോ തോന്നുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് കേട്ടതാണ്. ഞാൻ UP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആകെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു നാടകം ഈ ചേച്ചി നുണയെ പറയൂ എന്നുള്ളതാണ്. ആ നാടകത്തിൽ മുഖ്യ കഥാപാത്രം ഞാനുമായിട്ട് അഭിനയിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടി. ഏതാണ്ട് ഒരു 10-11 വയസ്സിൽ. അന്നേ അക്കിത്തത്തെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നതാണ്. ആ അക്കിത്തത്തെ കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് 1980 ലോകസഭയിൽ മത്സരിക്കുമ്പോൾ ആദ്യമായി ഞാൻ ഈ ഒറ്റപ്പാലത്ത് വരുന്നതും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നതും ആശീർവാദം വാങ്ങുന്നതും. അതിനുശേഷം പിന്നെ മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. അപ്പോഴാണ് അറിയുന്നത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല എന്നുള്ളത്. എന്നേ പത്മശ്രീക്ക് അർഹതപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഈ ഗവൺമെന്റ് പത്മ അവാർഡിന് ശുപാർശ ചെയ്യുകയും കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കുകയും ചെയ്തു. പിന്നെ ജ്ഞാനപീഠവും കിട്ടി. EMSുമായി ഭയങ്കരമായിട്ടുള്ള ആത്മബന്ധമുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ടുള്ള ആത്മബന്ധം. EMSന്റെ തന്നെ ആത്മകഥയുടെ 3 അധ്യായം അദ്ദേഹത്തിന്റെ തന്നെ കൈപ്പടയിൽ എഴുതിയതാണ്. ഒരു കാലഘട്ടത്തില് ഒരു എന്താ പറയാ, VT ഭട്ടതിരിപ്പാടിനെ പോലെ ഒരു സാമൂഹ്യ രംഗത്തെ ജ്വലിക്കുന്ന പ്രകാശം. കുമരനെല്ലൂർ എന്ന് പറഞ്ഞാൽ അറിയാം, MTക്ക് ജന്മം കൊടുത്തൊരു പ്രദേശം കൂടിയാണ്. ഒരു പഞ്ചായത്തിലാണ് 2 ജ്ഞാനപീഠം അവാർഡ് ലഭിക്കുന്നത്. എന്തായാലും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നേരെ മറിച്ച് കുറച്ച് ദിവസം കൂടി ആ ജ്ഞാനപീഠം കൊടുക്കാൻ വൈകിപ്പോയിരുന്നുവെങ്കിൽ. അതെ, താങ്കൾക്ക് ആ കാര്യത്തിൽ ഒരു ഭാഗ്യമുണ്ട്. പക്ഷേ
അദ്ദേഹത്തിൻ്റെ ബോധം നിലനിൽക്കുമ്പോൾ തന്നെ ഈ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചെറിയ കാര്യമല്ല. വളരെ നന്ദി ശ്രീ എ കെ ബാലൻ നമുക്കൊപ്പം ചേർന്നത്. ഈ അടുത്ത ദിവസം കുമ്മനല്ലൂരിലെ വസതിയിൽ ശ്രീ എ കെ ബാലൻ നേതൃത്വത്തിൽ പ്രഭാവർമ്മയുടെ സാന്നിധ്യത്തിൽ, അദ്ദേഹം ജ്ഞാനപീഠ കമ്മിറ്റി അംഗമാണ് ശ്രീ പ്രഭാവർമ്മ, ആ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് ഈ ജ്ഞാനപീഠ പുരസ്കാരം സമ്മാനിച്ചു 2019. ഒരുപക്ഷെ ഈ കവിതയുടെ ഇടവഴികളിൽ ഒരു ദാർശനികതയുടെ ഹിമാലയം ഉയർത്തിയ കവിയാണ് അക്കിത്തം എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം അദ്ദേഹം മലയാറ്റൂർ രാമകൃഷ്ണൻ എപ്പോഴും പറയുമായിരുന്നു, എഴുത്തുകാരനും വ്യക്തിയും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്, അത് രണ്ടും രണ്ടാണ്. എന്നാൽ എനിക്ക് പലപ്പോഴും അക്കിത്തത്തെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് എഴുത്തുകാരൻ കാണിക്കേണ്ട ആത്മസംയമനവും എന്നാൽ ഒരു വ്യക്തി കാണിക്കേണ്ട നിയന്ത്രണങ്ങളും എല്ലാം തന്നെ ഒരുമിച്ച് ഒരാളിൽ സമന്വയിച്ചാൽ അത് അക്കിത്തമാകും എന്ന് തോന്നിയിട്ടുണ്ട്. ഈ 20-ാം നൂറ്റാണ്ടിൽ ഇതിഹാസം പറഞ്ഞ ഈ എഴുത്തുകാരൻ്റെ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വാർത്താ പ്രക്ഷേപക സ്മിതയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. സ്മിത ഒന്ന് വെയിറ്റ് ചെയ്യണം. നമുക്ക് ഒരുപക്ഷെ അക്കിത്തത്തിൻ്റെ ജീവചരിത്രവും ആത്മകഥയും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആത്മാരാമൻ നമുക്കൊപ്പം ചേരുന്നു. ആത്മാരാമൻ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ താങ്കളെ സംബന്ധിച്ചിടത്തോളം അക്കിത്തത്തിന് ഒരുപാട് അടുത്തറിയാൻ കഴിഞ്ഞ വ്യക്തിപ്രഭാവമാണ് എന്നെനിക്കറിയാം. താങ്കൾ എങ്ങനെയാണ് അക്കിത്തം എന്ന കവിയെയും അക്കിത്തം എന്ന വ്യക്തിയെയും ഓർക്കുന്നത്? വിഷമം പിടിച്ച ചോദ്യമാണ്. 1973 മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ കവിത വായിക്കുന്നു. എനിക്ക് 15 വയസ്സ് മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ കവിത വായിച്ചാണ് ഞാൻ വളർന്നത്. അപ്പോഴ് നിമിഷക്ഷേത്രമാണ് ആദ്യം വായിക്കുന്നത്. ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ അപരാജിത എന്നുള്ള വീട്ടിൽ വെച്ചാണ് പരിചയപ്പെടുന്നത്. പക്ഷെ അങ്ങനെ പരിചയപ്പെട്ടെങ്കിലും അതൊരു സൗഹൃദമായി വളർന്നില്ല. ഒരു 3 കൊല്ലക്കാലം ഞാൻ അവിടെ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരുന്നു, അദ്ദേഹത്തിന്റെ എഴുത്തുകൾ വായിച്ചുകൊണ്ടിരുന്നു. പക്ഷെ 1978 എന്റെ ഗുരുനാഥനായ ഡോക്ടർ അയ്യപ്പ പണിക്കരാണ് എന്റെ കൈ പിടിച്ച് അക്കിത്തത്തിനോട് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ അറിയണം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അദ്ദേഹമാണ്. അപ്പൊ പറഞ്ഞു, എനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അറിഞ്ഞാൽ പോരാ, നിങ്ങൾ തമ്മിൽ സൗഹൃദമാവണം എന്ന് പണിക്കർ സാറാണ് പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞ 42 കൊല്ലമായിട്ട് ഞാൻ അദ്ദേഹത്തുമായിട്ടുള്ള ഈ സൗഹൃദം തുടർന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ 80-ാം വയസ്സിൽ ഞാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിനോട്, നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം ചെയ്യാമെന്ന്. അപ്പൊ പറഞ്ഞു, വേണ്ട, അത് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയുന്നത്? അപ്പൊ പറഞ്ഞു, നമ്മൾ വിചാരിച്ചുകൊണ്ട് കാര്യമില്ല, അതിനൊക്കെ ഒരു സമയമുണ്ട്, കൃഷ്ണകുമാരൻ അതിനു വേണ്ടി വിഷമിക്കണ്ട എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒട്ടും സമ്മതിക്കാത്തതുകൊണ്ട് ഞാനൊരു 3 കൊല്ലം മുൻപാണ് അക്കിത്തത്തിന്റെ മകൻ നാരായണനോടും മൂത്ത മകൻ വാസുദേവനോടും പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു പുസ്തകം ചെയ്താലോ. അപ്പൊ അവരാണ് പറഞ്ഞത്, ശരി, ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അക്കിത്തം വിമുഖത പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ, അപ്പോഴും സമ്മതം തന്നില്ല. ഞാൻ പറഞ്ഞത്, പ്രശസ്തിയോടുള്ള വൈമുഖ്യം എല്ലാ കാലത്തും സൂക്ഷിച്ചു പോകുന്നു. ഏറ്റവും അവസാനം അക്കിത്തവുമായിട്ട് അങ്ങ് കണ്ടുമുട്ടിയത് എപ്പോഴാണ്? ഈ അടുത്ത സമയത്ത് ജ്ഞാനപീഠ പുരസ്കാര സമയത്ത് കണ്ടിരുന്നു? ജ്ഞാനപീഠ സമ്മാനത്തിന്റെ തലേ ദിവസം അവിടെ ചെന്ന് താമസിക്കണമെന്ന് പറഞ്ഞ പ്രകാരം ഞാൻ അവിടെ ചെന്ന് താമസിച്ചു. എന്റെ കൂടെ ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി, എന്റെ ഈ പുസ്തകം സംവിധാനം ചെയ്തു തന്ന ആളുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ പത്നി സമേതരായി പോയി താമസിച്ചു. അതാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അവസാനം താമസിച്ചത്. ഇതൊരു വലിയ സംഭവമാണല്ലോ എന്ന് പറഞ്ഞു പുസ്തകം കണ്ടപ്പോൾ. വളരെ ആഹ്ലാദമായിട്ട് പറഞ്ഞു, ഇതൊരു വലിയ സംഭവമാണല്ലോ. അല്ല, അത് വായിച്ച ക്രിട്ടിക്കലായിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഇങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായി. ഓക്കെ, വളരെ സന്തോഷം ആത്മാരാമൻ, താങ്കളുടെ ഈ വിയോഗ സമയത്ത് നമുക്കൊപ്പം ചേർന്നതിന്. ആത്മാരാമനാണ്, അദ്ദേഹത്തിൻ്റെ അക്കിത്തത്തിൻ്റെ ജീവചരിത്രം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ആത്മാരാമനായിരുന്നു ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത്. ഒരുപക്ഷെ ആ പുസ്തകം ഈ അക്കിത്തത്തെ കൂടുതൽ അറിയാൻ ഉപകരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി സ്മിത നമുക്കൊപ്പം ചേരുന്നു. സ്മിത, അക്കിത്തത്തിൻ്റെ ചില കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ അക്കിത്തം എന്ന ഈ 20-ാം നൂറ്റാണ്ടിൽ ഇതിഹാസം പറഞ്ഞ ഈ ദാർശനികനായ ഈ കവിയെക്കുറിച്ച് എന്താ തോന്നുന്നത്? SKN ദാർശനികനായ കവി എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യജീവിതത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വികാരങ്ങൾക്ക്, ദയയ്ക്ക്, കരുണയ്ക്ക്, ഇതിനൊക്കെ തന്നെയാണ് ഏത് എഴുത്തിലും ഏറ്റവും പ്രാധാന്യമെന്ന് വളരെ കൃത്യമായി പറഞ്ഞു വെച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വരികൾ തന്നെ നമുക്കറിയാം. ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. ഇതെഴുതിയ കവിക്ക് തീർച്ചയായിട്ടും കണ്ണീരും ചിരിയും തന്നെയായിരുന്നു പ്രധാന പ്രമേയങ്ങൾ. 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എഴുതുന്നത്. അന്ന് തന്നെ നമുക്കറിയാം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോടൊപ്പം നടന്ന ഒരു കവിയായിരുന്നു. എങ്കിൽ പോലും ഹിംസയ്ക്ക് അദ്ദേഹം എതിരായിരുന്നു. അന്ന് കാലത്തുണ്ടായിരുന്ന ഹിംസയോട് അദ്ദേഹം പ്രതികരിച്ചത് വരികളിലൂടെയാണ്, വാക്കുകളിലൂടെയാണ്. 1930കളിലൊക്കെ നമുക്കറിയാം നമ്പൂതിരി പ്രസ്ഥാനം വളരെയധികം
ബുദ്ധിമുട്ടുകൾ, അകത്തളങ്ങളിലെ വീട്ടമ്മമാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ഒരു കാലത്ത് വീട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു. വീട്ടി ഭട്ടതിരിപ്പാടിൻ്റെ ചിന്തകളാണ് അദ്ദേഹത്തെ കൂടുതൽ പ്രചോദനം നൽകിയതും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് സംസ്കൃതവും വേദാന്തവും അല്ലാതെ തന്നെ മലയാളവും ഇംഗ്ലീഷും ഒക്കെ കരസ്ഥമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പൊന്നാനിയിലുണ്ടായിരുന്ന ഇടശ്ശേരിയുടെ ആ കാലത്തുണ്ടായിരുന്ന പുരോഗമന പ്രസ്ഥാനത്തിനൊക്കെ അദ്ദേഹം കൂടെ സഞ്ചരിച്ചു. രാജ്യം അദ്ദേഹത്തെ വിവിധ പുരസ്കാരങ്ങൾ നൽകി അർഹിക്കുന്ന അംഗീകാരവും ആദരവും കൊടുത്തു. നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബർ 24 അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം സമർപ്പിച്ചത്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് ഇത് കൊടുത്തതെങ്കിലും അത് നൽകാൻ കഴിഞ്ഞത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഇപ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നു. 2-3 ദിവസം മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുൻപാണ് പുത്തൂർ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചത്. അതുകൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം, പത്മശ്രീ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിരുന്നു. ആകാശവാണിയിൽ വളരെ കാലം ജോലി ചെയ്തിരുന്ന കാലത്തും വേറൊരു പ്രത്യേകത, അദ്ദേഹം ഇത്രയും വയസ്സായി 94ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കടന്നുപോകുന്നത്. പുതിയ കവികളെയൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പല കവിതകളും ഒക്കെ വായിച്ചിട്ട് അവരുടെ കവിതകൾ നന്നായിരുന്നു, ഇതിൽ ഇങ്ങനെ മാറ്റം വരുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് യുവതലമുറയൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്ന ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം. കാലത്തിനൊപ്പം അല്ലെങ്കിൽ കാലത്തിന് മുൻപേ നടന്ന കവി. അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളിലും നമുക്ക് കാണാം കണ്ണീരിനെ കുറിച്ചാണ് അദ്ദേഹം കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഹൃദയത്തിൻ്റെ നന്മ തന്നെയാണ് ഏത് കവിയെയും കവിയാക്കി മാറ്റുന്നതെന്ന്. ഞാൻ ജീവിച്ച കാലത്തുണ്ടായിരുന്ന ജീവിതത്തിലെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെയാകാം എൻ്റെ കവിതയ്ക്ക് ഊർജം പകർന്നത്, എൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന അഗ്നിക്ക് കാരണമായതെന്ന് കവി ഒരിക്കൽ പറഞ്ഞിരുന്നു. ഏതായാലും 2-3 ദിവസങ്ങൾ ആശുപത്രിയിൽ കിടന്ന് അദ്ദേഹം വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം ഇപ്പോൾ വിട പറയുമ്പോൾ മലയാള കവിതയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ്. നഷ്ടം എന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ വരികളിലൂടെ എല്ലാ കാലവും മലയാളിയുടെ മനസ്സിൽ ജീവിച്ചിരിക്കും അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. SKN. അതുപോലെ സ്മിത, ശരിക്കും ഈ ലാളിത്യം എന്ന് പറയുന്നത് അക്കിത്തത്തിന് നമ്മൾ കണ്ടുപിടിക്കണം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ വളരെ ചെറുപ്പകാലത്താണ് ഈ കവിയുമായി ബന്ധപ്പെടാനുള്ള ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ വന്നു ചേർന്നത്. അപ്പോൾ അദ്ദേഹം ആകാശവാണി നിലയത്തിലേക്കൊക്കെ കയറി വരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, അദ്ദേഹം ഇതിൽ കൂടുതൽ ലളിതമായി ഒരു എഴുത്തുകാരന് ജീവിക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടായിരുന്നു കവിയുടെ വരവ്. മാത്രവുമല്ല, പലപ്പോഴും ഈ ആകാശവാണിക്കകത്ത് ഇദ്ദേഹം ഒരു കവിയാണെന്ന് പോലും ആളുകൾക്ക് അറിയാമായിരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. ആ രീതിയിലുള്ള ഒരു വളരെ അങ്ങനെ ആളുകളോട് പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. വളരെ കാലം കോഴിക്കോട് ആകാശവാണി നിലയത്തിലും ജോലി ചെയ്തിരുന്നു. ഒരുപക്ഷെ ആകാശവാണി നിലയങ്ങളിൽ ഏറ്റവും സമ്പന്നരായ സർഗധനരായ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്തിരുന്ന ഒരു കാലത്താണ് അക്കിത്തം കോഴിക്കോട് ജോലി ചെയ്യുന്നത്. അന്ന് അവിടെ ഉറൂബിനെ പോലെയും പി ഭാസ്കരൻ മാഷിനെ പോലെയും കെ രാഘവനെ പോലെയും ഒക്കെയുള്ള ആളുകളുള്ള സമയത്താണ് അക്കിത്തം അവിടെ ഉണ്ടായിരുന്നത്. ഒരു എഴുത്തുകാരൻ്റെ വേദിയായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ തിരുവല്ലാമലയിൽ നിന്ന് VKN പലപ്പോഴും കോഴിക്കോട് ആകാശവാണിയിലേക്ക് യാത്ര നടത്തുന്ന സമയത്ത് അദ്ദേഹം പേരെടുത്ത് വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അന്നവിടെ. ആ കാലത്ത് എനിക്കൊന്ന് കവികളുടെ ഒരു സംഗമ സ്ഥലം എന്ന രീതിയിലായിരുന്നു കോഴിക്കോട് ആകാശവാണി അന്ന് അറിയപ്പെട്ടിരുന്നത്. ഒരുപക്ഷെ ആകാശവാണികളുടെ ചരിത്രത്തിൽ ഇത്രയും സർഗസാധ്യതയുള്ള ആളുകളുടെ ഒരു സംഗമ സ്ഥലം എന്ന രീതിയിൽ കോഴിക്കോട് ആകാശവാണിയിൽ അക്കിത്തത്തിൻ്റെ സാന്നിധ്യവും അടിവരയിട്ട് നമ്മൾ പറയേണ്ടതാണ്. സ്മിത, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ കാവ്യ ഭംഗിയെക്കുറിച്ചൊക്കെ S. രമേശൻ നായർ പലപ്പോഴും വാചാലനാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഭക്തി പാരവശ്യം ഇപ്പോൾ രമേശൻ നായർക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെയും ഒരു ഭക്ത കവി എന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യാനും വേലിക്കെട്ടിൽ തിരിക്കുവാനും ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറമാണ് താനെന്ന് രമേശൻ നായർ തെളിയിച്ചതുപോലെ തന്നെയായിരുന്നു അക്കിത്തും. അപ്പോൾ അവർ സമാന ദുഃഖത്തില്ല. പക്ഷേ അക്കിത്തൊന്നും അത് വളരെ ഗൗരവമായി എടുത്തിട്ടേ ഇല്ല. കാരണം ആൾക്കാർ പറയുന്നത് വേലിക്കെട്ടുകൾക്ക് അപ്പുറം വായനക്കാരനുണ്ട്, അവൻ തിരിച്ചറിവോടെ അവൻ്റെ ഉള്ളിൽ വെളിച്ചമുണ്ടല്ലോ, അവനത് മനസ്സിലാക്കിക്കോളും എന്നായിരുന്നു അക്കിത്തം അന്നൊക്കെ എടുത്തിരുന്ന ഒരു നിലപാട്. സ്മിത. അതെ SKN, തീർച്ചയായിട്ടും ലളിതമായ ജീവിതം നയിച്ച ഒരാൾ. അദ്ദേഹത്തിൻ്റെ വരികളിലും ആ ലാളിത്യം, അതുപോലെ തന്നെ മനുഷ്യനോടുള്ള സ്നേഹം, കരുണ, ഇതൊക്കെ ഓരോ വരികളിലും നിന്നിരുന്നു. പലപ്പോഴും ഇദ്ദേഹം ഒരു പിന്തിരിപ്പൻ കവിയാണെന്നുള്ള രീതിയിലൊക്കെ പലരും വിമർശകരൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ തന്നെ അദ്ദേഹം തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ നടന്ന ഒരാളാണ്. അല്ലാതെ കാലത്തിന് പിന്നിലേക്കല്ല സഞ്ചരിച്ചതെന്ന് പല കവിതകളിലൂടെയും നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നോക്കിയാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, വളകിലുക്കം, മനസാക്ഷിയുടെ പൂക്കൾ, ഇതുപോലെ ഒരുപാട് കവിതകളും കഥകളും ഉപന്യാസങ്ങളും വിമർശനങ്ങളും ഒക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എഴുതിയതിലൊക്കെ തന്നെ അടിസ്ഥാനമായി കിടക്കുന്നത് മനുഷ്യൻ്റെ സ്നേഹവും കണ്ണീരും ദയയും കരുണയും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് കാണാം.
ഏതായാലും അദ്ദേഹം കടന്നു പോകുമ്പോൾ നമുക്കറിയാം മഹാകവിയാണ് കടന്നു പോയിരിക്കുന്നത്. ഇനി ആ ഒരു ശാഖയിൽ ഇനി എത്ര പേരിനിയും കടന്നു വരാനുണ്ട് എന്നുള്ള കാര്യം, കാരണം പുതിയ തലമുറയ്ക്ക് വളരെയധികം പ്രചോദനമായിട്ടുള്ള, നമുക്കറിയാം ആധുനിക കവിത പല കാര്യങ്ങളിലും 30കളിൽ ആധുനിക കവിതയുടെ ഉപജ്ഞാതാവ് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടിരുന്ന ഒരു കവി കൂടിയാണ് അദ്ദേഹം. പുതുകവികൾക്ക് പലപ്പോഴും പ്രചോദനം നൽകിയ വാക്കുകളും വരികളും തന്നെയാണ് അദ്ദേഹം വരച്ചു കാട്ടിയിരുന്നത്. പലപ്പോഴും സമൂഹത്തിൽ നടക്കുന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ആനുകാലികളിൽ അധികം നാളായിട്ടില്ലെന്ന് തന്നെ പറയാം. ഇത്രയും 90 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം പലപ്പോഴും എഴുതുന്ന ചില വരികൾ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെയും അദ്ദേഹം നേരിട്ട് കണ്ട് അത് നൽകുന്ന വേദന, അതിൽ നിന്ന് വരുന്ന വാക്കുകൾ, വാക്കുകളുടെ അഗ്നിയൊക്കെ നമുക്ക് ദർശിക്കാൻ കഴിയുമായിരുന്നു. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം മലയാളത്തിൽ ഇത്തരം ഒരു കവി ഇനി എത്രയോ 1000 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇതുപോലൊരു മഹാകവി ജനിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം സാഹിത്യകാരന്മാർ അവരുടെ വരികളിൽ നിന്നും വാക്കുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ ജീവിച്ചു മരിക്കുന്നതായി കാണാൻ കഴിയും. എന്നാൽ ഇദ്ദേഹം വാക്കുകളിൽ കോറിയിട്ട അതേ രീതിയിൽ തന്നെയുള്ള ലാളിത്യവും മനുഷ്യസ്നേഹവും കൈമുതലാക്കി ജീവിച്ചു പോരുന്ന ഒരാളാണ് അദ്ദേഹം. കടന്നു പോകുമ്പോൾ മലയാളത്തിന്, മലയാള കവിതയെ സ്നേഹിക്കുന്നവർക്ക്, മലയാള സാഹിത്യ ശാഖയ്ക്കൊക്കെ തന്നെ തീരാനഷ്ടമാണ് സമ്മാനിക്കുന്നത്. സ്മിത, നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ചരിത്ര ദൗത്യവും EMS പോലെയുള്ള ആളുകൾ അരങ്ങുവാഴുന്ന ഒരു കാലത്ത് അക്കിത്തവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മിത പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ആധുനികന്മാരായും അത്യന്താധുനികന്മാരായും ചില കവികളെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ആധുനികത കവിതയിൽ കൊണ്ടുവന്ന ഒരാൾ കൂടിയായിരുന്നു എഴുത്തുകാരനും കവിയൊക്കെയായ അക്കിത്തം. അക്കിത്തം ഇന്ന് രാവിലെയാണ് തൃശ്ശൂരിൽ അന്തരിച്ചത്. തൃശ്ശൂർ ഹൈടെക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 2-3 ദിവസങ്ങളായി അദ്ദേഹം ഗുരുതരമായി അസുഖം ബാധിച്ചു ചികിത്സയിലായിരുന്നു. വളരെ ചെറിയൊരു അസുഖത്തിനാണ് അദ്ദേഹത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ നില വഷളാവുകയായിരുന്നു. ഇന്നലെയൊക്കെ തന്നെ അത്യാസന്ന നിലയിലൂടെ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. ഡോക്ടേഴ്സിനൊക്കെ തന്നെ ആശങ്ക വന്നു തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇന്നലെ ഉണ്ടായിരുന്നാൽ ഇന്ന് രാവിലെ വെളുപ്പിന് ആ അന്ത്യം സംഭവിച്ചു. ഒരുപക്ഷെ അരങ്ങൊഴിയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കവികളിൽ ഒരാളാണ് എന്ന കാര്യം നമ്മളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നു. കാര്യം മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഈ കവിതയെ സ്നേഹിക്കുകയും കവിതയുടെ ഇടവഴികളിലൂടെ മലയാളിയെ സ്നേഹിക്കുകയും ചെയ്ത ഒരു കവി നാട് നീങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം. തൃശ്ശൂരിൽ നിന്ന് ഹൈടെക് ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം സുധീഷ ധർമ്മൻ ചേരുന്നു. സുധീഷ, എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടക്കുക? എപ്പോഴായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടേക്ക് കുമരനല്ലൂരിലേക്ക് കൊണ്ടുപോവുക? എന്തൊക്കെയാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? സുധീഷ ധർമ്മൻ, നമ്മുടെ പ്രതിനിധി, തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. നിലവിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കുമരനെല്ലൂരിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ആയിട്ടുണ്ട്. മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിൽ തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം എപ്പോഴാണ് കൊണ്ടുപോവുക, എവിടെ വെച്ചാണ്, എപ്പോഴാണ് സംസ്കാരം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകമായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്. തൃശൂർ ഹൈടെക് ആശുപത്രിയിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് അദ്ദേഹത്തെ എത്തിക്കുന്നതും തുടർന്ന് അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ന് രാവിലെയോടുകൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരികയാണ്. ആധുനിക മലയാള കവിതയിലെ അതികായകനായ മഹാകവിയാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ വാക്കുകൾ വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം, ഓരോ മാതിരി ചായം മുക്കിയ കീറത്തുണിയുടെ വേദാന്തം തുടങ്ങിയ അക്കിത്തത്തിന്റെ വരികളൊക്കെ തന്നെ കാലാന്തരങ്ങൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കുന്നവയാണ്. ഈ വാക്കുകൾ വരും തലമുറകൾ കൈമാറി അദ്ദേഹം ഇനി ജീവിക്കുന്നതൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ഈ കവിതകളിലൂടെയും അതോടൊപ്പം തന്നെ ഈ വാക്കുകളിലൂടെയും ഒക്കെ ആയിരിക്കും. 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസകാരനാണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. മാനവികതയിൽ ഊന്നിയുള്ള ആത്മീയതയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകളിലെ മുഖമുദ്ര എന്ന് പറയുന്നത്. കവിതാ ലോകത്തേക്ക് ആധുനികതയാണ് ഏറ്റവും അധികം അദ്ദേഹം വിളംബരം ചെയ്തിരുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗം ഇന്ന് ഉണ്ടായിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂരിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ആമേറ്റൂർ അക്കിത്തത്ത് മനയിലായിരുന്നു അദ്ദേഹത്തിന്റെ തുടർന്നുള്ള കാലവും ഒക്കെ തന്നെ. ബാല്യത്തിൽ തന്നെ സംഗീതവും ജ്യോതിഷവും സംഗീതവും ഒക്കെ അഭ്യസിച്ചു. പിന്നീട് നമ്പൂതിരി സമുദായത്തിൽ അനാചാരങ്ങൾ തുറന്നു കാട്ടിയ ആളായിരുന്നു. അതുപോലെ തന്നെ ആനുകാലികമായ ഉണ്ണി നമ്പൂതിരിയിലടക്കം അദ്ദേഹം പ്രസാധകനായിരുന്നു. മംഗളോദയം, യോഗക്ഷേമം എന്നിവയുടെ ഒക്കെ തന്നെ സഹപത്രാധിപരായി പ്രവർത്തിച്ചു. 1975 അദ്ദേഹം ആകാശവാണി തൃശൂർ നിലയത്തിൽ എഡിറ്റർ ആകുന്നതും.
അതിനുശേഷം അദ്ദേഹം തൃശ്ശൂരിലെ ആകാശവാണിയിൽ തന്നെ അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. തൃശ്ശൂരുമായി അദ്ദേഹത്തിന് വലിയൊരു അഗാധമായ ബന്ധം തന്നെ ഉണ്ട്. അതുകൊണ്ട് ഏതായാലും ഹൈടെക് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുന്നത്. SKN. ഓക്കെ, തൃശ്ശൂരിൽ നിന്ന് സുധീഷ ധർമ്മനാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കിട്ടിയില്ല എന്നാണ് സുധീഷ അറിയിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ 8:10 ഈ അന്ത്യമുണ്ടായത്. ഒരുപക്ഷെ നമുക്ക് കേരളത്തിൽ എല്ലാ ആളുകളും പറയുന്നത് പോലെ തന്നെ നികത്താനാവാത്ത നഷ്ടം എന്നൊക്കെ അല്ല ഒരുപക്ഷെ അക്കിത്തത്തെ പോലെ ഒരാൾ വിടവാങ്ങുമ്പോൾ പറയേണ്ടത്. മാത്രമല്ല ഏറ്റവും ഒരു പ്രത്യേകത നിറഞ്ഞ കാര്യം, അക്കിത്തത്തിന് സമാന സാഹചര്യത്തിലുള്ള എല്ലാ ആൾക്കാരോടും, പ്രത്യേകിച്ച് കവികളോടും എഴുത്തുകാരോടും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു ആദരവുണ്ടായിരുന്നു. മാത്രമല്ല പുതിയ എഴുത്തുകാരോടൊക്കെ തന്നെ ഒരു ആദരവ് കലർന്ന വാത്സല്യം അദ്ദേഹം എപ്പോഴും കാണിക്കുന്നതും ഞാൻ വ്യക്തിപരമായി തന്നെ കണ്ടിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും ഞാനല്ലെങ്കിൽ തലമുതിർന്ന കവി, അല്ലെങ്കിൽ ഇത്രയും കാലം എഴുതിയ കവി, അങ്ങനെയുള്ള ഒരു പ്രാഗൽഭ്യമൊന്നും ഒരിക്കലും കാണിക്കില്ല. എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഖഭാവം എന്ന് പറയുന്നത് വിനയം തന്നെ ആയിരുന്നു. എന്ത് നേട്ടങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടുന്ന രീതിയിലൊന്നും എപ്പോഴും നമുക്ക് ഒരിക്കലും തോന്നാറില്ല. ജ്ഞാനപീഠം കിട്ടിയപ്പോഴും അദ്ദേഹം ഒന്ന് ചിരിച്ചു എന്ന് മാത്രമാണ് അവിടെയുള്ളവർ നമ്മളോടൊക്കെ പറയുന്നത്. ഒരുപക്ഷെ ഈ ഇതിഹാസകാരൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ബാക്കിയാകും. സ്മിത, SKN നേരത്തെ സൂചിപ്പിച്ചതുപോലെ തനി നാട്ടുമ്പുറത്തുകാരനായിട്ട് ജീവിച്ച് ഈ വർഷം അത്രയും അദ്ദേഹം ജീവിച്ചു എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തെ ഓർക്കുമ്പോൾ തന്നെ ഒരു ഒറ്റ തോളത്ത് ഒരു ഒറ്റ തോർത്തുണ്ടാവും. അതുകൂടാതെ ഒരു സ്മിത കൽപ്പറ്റ നാരായണൻ എഴുത്തുകാരൻ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം മാഷേ. ഒരുപക്ഷെ അക്കിത്തത്തിനെ അങ്ങേക്ക് ഓർക്കാൻ കഴിയുന്നത് എങ്ങനെയാണിപ്പോൾ ഈ സാഹചര്യത്തിൽ? അക്കിത്തം നിങ്ങളിപ്പോൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ വളരെ ഒരു പകിട്ടുമില്ലാതെ നടന്ന ഒരാൾ, ഒരു പകിട്ടുമില്ലാത്ത കവിത എഴുതിയിട്ടുള്ള ഒരാൾ. ഇങ്ങനെ പകിട്ടില്ലാതെ പണ്ടത്തെ മേശാന്തി പോലെയുള്ള കവിതയൊക്കെ മനസ്സിൽ വല്ലാതെ ആർദ്രമാക്കുന്ന കവിതയാണ്. പിന്നെ ഈ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസവും വളരെ സ്പർശിക്കുന്ന കവിതയാണ്. ഡ്രൈവർ കുഴന്തയിൽ ചെറിയ കവിതയുണ്ട് അദ്ദേഹത്തിന്റെ. ആ കവിതയിൽ ഒരു കുട്ടി നിൽക്കുന്ന ഒരു വണ്ടിയിൽ കയറി എന്തിലെല്ലാമോ സ്പർശിച്ചപ്പോ ആ വണ്ടി ഓടി എത്തേണ്ട അടുത്ത് തന്നെ എത്തുന്നുണ്ട്. അതുപോലെയാണ് തന്റെ കാവ്യ പരിശ്രമങ്ങളൊക്കെ എന്ന് സൂചിപ്പിക്കുന്ന വളരെ ലഘുവായി തുടങ്ങി വളരെ സങ്കീർണമായി അവസാനിക്കുന്ന വലിയ കാവ്യങ്ങൾ എഴുതിയിട്ടുള്ള മലയാളത്തിലെ ഒരു കവിയാണ് വാസ്തവത്തിൽ അക്കിത്തം. അവിസ്മരണീയനായ ഈ മനുഷ്യന്റെ വലിയ പ്രത്യേകത ഇത്ര കാലുഷ്യമില്ലാത്ത, ഇത്ര ലാളിത്യമുള്ള ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി പൊഴിക്കവേ എൻ്റെ ഉള്ളിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി. ഇങ്ങനെ ഈ ഒരു പൗർണമി വിരിയിച്ച കവിതയാണ് അക്കിത്തത്തിന്റെ കവിത. ആ സാന്നിധ്യം അങ്ങനെയായിരുന്നു. നിഷ്കന്മഷനായ ഒരാൾ. വളരെ സന്തോഷം. ശ്രീ കൽപ്പറ്റ നാരായണൻ നമുക്കൊപ്പം ചേർന്നത്. പ്രശസ്ത കവി സച്ചിദാനന്ദൻ നമുക്കൊപ്പം ചേരുകയാണ് ഈ അവസരത്തിൽ. മാഷേ നമസ്കാരം. ഹലോ. നമസ്കാരം. മാഷേ 24-ൽ നിന്ന് ശ്രീകണ്ഠൻ നായരാണ് മാഷേ. നമ്മുടെ പ്രിയങ്കരനായ കവി ഓർമ്മയാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അങ്ങ് എങ്ങനെയാണ് സ്മരിക്കുക? അങ്ങേപോലെ ഒരു പുതിയ സൗന്ദര്യബോധം കവിതയിൽ കൊണ്ട നാടുകളോടൊക്കെ അക്കിത്തത്തിൻ്റെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു? അക്കിത്തം സ്വയം തന്നെ പുതിയൊരു സൗന്ദര്യബോധം മലയാള കവിതയിൽ കൊണ്ടുവന്ന ആളായിരുന്നു എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ മാത്രമല്ല, ഒരുപക്ഷെ എന്റെ തലമുറയിലെ അനേകം പേർ എന്റെ കൂടെ ഇത് സമ്മതിക്കും എന്നെനിക്ക് തോന്നുന്നു. MK സാനു മാസ്റ്റർ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തെ പറ്റിയൊരു ദീർഘലേഖനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേരള കവിതയിൽ എഴുതിയപ്പോൾ അദ്ദേഹം നിരീക്ഷിക്കുകയുണ്ടായി, മലയാളത്തിലെ ആധുനികതയുടെ ആരംഭം കുറിച്ച കവിതയാണ് 20-ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന്. അപ്പൊ ആ അർത്ഥത്തിൽ ഒട്ടേറെ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം മാത്രമല്ല, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകവും അതിനുശേഷമുള്ള അദ്ദേഹത്തിന് വലുതും ചെറുതും പ്രശസ്തവും അപ്രശസ്തവുമായ ഒട്ടേറെ കവിതകളും ചേർന്ന് മലയാള കവിതയെ നവീകരിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ സൗന്ദര്യബോധത്തെ, മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജീവിത ദർശനത്തെ ഒക്കെ നവീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതേസമയം അവസാനം വരെ തന്റെ നിർമ്മമത്വം, തന്റെ നിർലേപത അദ്ദേഹം പുലർത്തുകയും ചെയ്തു. ജീവിതകാലം മുഴുവൻ തന്നെ ഒരുതരം നിസ്സംഗ ഭാവം
അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഈ നിസ്സംഗത നിർവികാരതയായിരുന്നില്ല. മറ്റുള്ളവരോട് സഹതാപം നിറഞ്ഞ ഒരു മനുഷ്യസ്നേഹം നിറഞ്ഞ് തുളുമ്പിയിരുന്ന ഒരു മനസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെത് എന്ന് അദ്ദേഹത്തിന്റെ അനേകം വരികളിലൂടെയും കാവ്യ സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ബോധ്യമാവും. അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു വലിയ മനുഷ്യസ്നേഹിയെയും ഒരു വലിയ കവിയെയുമാണ്. നഷ്ടപ്പെട്ടു എന്ന് ഞാൻ പറയുകയില്ല. ഭൗതികമായി അദ്ദേഹം ഇല്ലാതായെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ കവികളും സഹൃദയരും എല്ലാ കാലവും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ആഘോഷിക്കും എന്ന്. ഓക്കെ, നന്ദി. കവി സച്ചിദാനന്ദനാണ് നമുക്കൊപ്പം ചേർന്നത്. ഒരുപക്ഷെ അദ്ദേഹം അരങ്ങൊഴിയുമ്പോൾ മറ്റൊരു അഭിമാന മുഹൂർത്തമുണ്ടായി. കുമരനല്ലൂരിൽ ജ്ഞാനപീഠ പുരസ്കാരം സമ്മാനിക്കാൻ കഴിഞ്ഞു. ജ്ഞാനപീഠം കമ്മിറ്റിയിൽ അംഗമായ കവി പ്രഭാവർമ്മ നമുക്കൊപ്പം ചേരുന്നു. മന്ത്രി എ കെ ബാലനൊപ്പം ഈ പുരസ്കാരം സമ്മാനിക്കാൻ അദ്ദേഹവും കുമരനല്ലൂരിൽ അടുത്ത ദിവസം എത്തിയിരുന്നു. അത് 24 സംപ്രേഷണം ചെയ്യുന്നു. പ്രഭാവർമ്മ അക്കിത്തം എന്ന കവി, ഒരുപക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കാവ്യ ലോകത്തിനപ്പുറം വ്യക്തി എന്ന നിലയിൽ അക്കിത്തത്തെ എങ്ങനെയാണ് പ്രഭാവർമ്മ കാണുന്നത്? നമ്മുടെ കൈവശമുള്ള മനസ്സിലാക്കലിൻ്റെതായ മുഴക്കോൽ കൊണ്ട് എത്രയേറെ അളന്നാലും ആ അളവുകളെയൊക്കെ അതിലംഘിച്ച് വളർന്നു നിൽക്കുന്ന ചില മഹത് വ്യക്തിത്വങ്ങളുണ്ട്. ഏതാണ്ട് കുലപർവ്വത സമാനമായ വ്യക്തിത്വമെന്നോ മഹാസാഗര സമാനമായ വ്യക്തിത്വമെന്നോ ഒക്കെ പറയണം. അത്തരം വ്യക്തിത്വങ്ങളെ നമുക്ക് അളന്നു കുറിക്കാൻ പറ്റില്ല. ആ വിധത്തിലുള്ള അപരിമേയമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അക്കിത്തം എന്നാണ് എനിക്ക് എന്നും തോന്നിയിട്ടുള്ളത്. അങ്ങനെ തോന്നിയത് അദ്ദേഹത്തിന്റെ താങ്കൾ സൂചിപ്പിച്ച സവിശേഷമായ ചില മാനസിക ഭാവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. ആ മാനസിക ഭാവം എന്ന് പറയുന്നത് അപരനെക്കുറിച്ചുള്ള കരുതലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപരന്റെ ഉത്കർഷത്തിൽ അവനോടൊപ്പം സന്തോഷിക്കുന്നതിനും അവന്റെ അപകർഷത്തിൽ, അവന്റെ ദുഃഖത്തിൽ, അവന്റെ വേദനയിൽ അവനോടൊപ്പം ഏതാണ്ട് ഒരു അനുതാപത്തോടു കൂടി ചേർന്ന് നിൽക്കുന്നതിനും കഴിയുന്ന സവിശേഷമായ ഒരു മാനസികാവസ്ഥ. ആ മാനസികാവസ്ഥയായിരുന്നു അക്കിത്തം എന്ന വ്യക്തിയെ രൂപപ്പെടുത്തിയത്. അക്കിത്തത്തിന്റെ ഈ വ്യക്തിത്വത്തിന്റെ തന്നെ പ്രതിഫലനമാണ് അക്കിത്തത്തിന്റെ കാവ്യ വ്യക്തിത്വത്തിലുമുള്ളത് എന്നുള്ളത് നമുക്ക് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള ഒരു സന്ദർഭത്തിൽ ആ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരു നിസ്വതയാണ്. അതായത് എന്റേതല്ല ഇതൊന്നും എന്ന ഒരു ചിന്ത. നമ്മുടെ സംസ്കാരത്തിലെ വേദോപനിഷത്തുകളുടെ സാരസത്ത, അതിൽ നിന്ന് ഊർന്നു വന്നിട്ടുള്ള ഒരു സങ്കല്പമുണ്ട്. ഇദം ന മമ, ഇതൊന്നും എന്റേതല്ല. ഇത് എന്റേതല്ല എന്ന് പറയണമെങ്കിൽ വലിയൊരു മഹത്വം വേണം, ഒരു ഋഷിത്വം വേണം, ഒരുതരം എമിനൻസ്, അല്ലെങ്കിൽ ഒരുതരം സബ്ലിമിറ്റി എന്നുള്ള അർത്ഥത്തിലാണ് ഋഷിത്വം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് എന്റേതല്ല എന്ന ചിന്ത പണ്ടേ അക്കിത്തത്തിന്റെ മനസ്സിൽ ഉറച്ചു നിന്നിരുന്നു. ഇദം ന മമ, എന്റെ അല്ല, എന്റെ അല്ലി കൊമ്പനാനകൾ, എന്റെ അല്ലി മഹാക്ഷേത്രവും മക്കളെ എന്നെഴുതുന്ന വിനയത്തിൽ എന്ന വിധത്തിലുള്ള ഒരു വിനയത്തിൻ്റെതായ ഭാവം അദ്ദേഹത്തിന്റെ കവിതയിൽ എന്നും അങ്ങനെ തുളുമ്പി നിന്നു. അതേപോലെ കാളിദാസന്റെ ഒരു കാവ്യ മുഹൂർത്തത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ പോലും അദ്ദേഹം മറ്റൊരിടത്ത് എഴുതിയിട്ടുണ്ട്, വജ്രം തുളച്ചിരിക്കുന്ന രത്നങ്ങൾക്കുള്ളിലൂടെ ഞാൻ കടന്നു പോന്നു, ഭാഗ്യത്താൽ വെറും നൂലായിരുന്നു ഞാൻ. അങ്ങനെ എഴുതിയ കവിയാണ്. അതായത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ ഒരു രത്നമാലയായി തോന്നുന്നുണ്ടാവാം, എന്നാൽ ഞാൻ വെറും ഒരു നൂല് മാത്രമാണ്. ഈ രത്നങ്ങൾക്കിടയിലൂടെ കടന്നു വരാൻ ഭാഗ്യമുണ്ടായ ഒരു പാഴ്നൂല്. ഈ രത്നങ്ങൾ തുളച്ചതുപോലും ഞാനല്ല, വജ്രമാണ്. ഈ വിനയഭാവമാണ് അക്കിത്തത്തിന്റെ മുഖമുദ്ര. ഈ മുഖമുദ്രയോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ടതാണ് അദ്ദേഹത്തിന്റെ നിരുപാധികമായ സ്നേഹത്തെ സംബന്ധിച്ച ഒരു ദർശനം. ആ നിരുപാധികമായ സ്നേഹത്തെ സംബന്ധിച്ച ദർശനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരും നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, ഇതാണ് അഴക്, ഇതേ സത്യം, ഇത് ശീലിക്ക ധർമ്മവും എന്ന അദ്ദേഹത്തിന്റെ വരികൾ. അൺകണ്ടീഷണൽ ലവ് വിത്ത് നോ സ്ട്രിങ് അറ്റാച്ച്. ആ വിധത്തിലുള്ള ഒരു സവിശേഷ സ്നേഹത്തിന്റെ ഗായകനായിരുന്നു അദ്ദേഹം എന്ന് പറയാം. ജീവിതത്തോടും മാനുഷികത്തോടുമുള്ള സ്നേഹമാണ് അക്കിത്തത്തിന്റെ കവിതകളുടെ മുഖമുദ്ര. മനുഷ്യ മനസ്സിനെ നിർവചിക്കാനാണ് അദ്ദേഹം ഓരോ കവിതയിലും ശ്രദ്ധിച്ചത്. ഇതില് കവിതയിലെ അക്കിത്തം, വ്യക്തി ജീവിതത്തിൽ മറ്റൊരു അക്കിത്തം അങ്ങനെയില്ല. അദ്ദേഹം എന്തായിരുന്നു ജീവിതത്തിൽ അതുതന്നെയായി അദ്ദേഹം കവിതയിലും നിലനിന്നു. അങ്ങനെ ജീവിതം കൊണ്ട് കവിതയെ പൂരിപ്പിച്ച ഒരു കവിയാണ് അദ്ദേഹം എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായും എൻ്റെ ജീവിതത്തിലെ വലിയ ധന്യമായ അനുഭവങ്ങളുടെ അത്ര അധികം ധന്യാനുഭവങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അതിനോട് ചേർത്ത് വയ്ക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ആ ജ്ഞാനപീഠ പുരസ്കാര സമർപ്പണത്തിന്റെ ആ ചടങ്ങ്.
ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ച ലഭിക്കുന്ന അദ്ദേഹത്തിന് സമർപ്പിക്കുന്ന ആ ഘട്ടത്തിൽ അകലെ നിൽക്കായിരുന്നു എന്നെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു, അവിടെ ചേർത്ത് നിർത്തി, അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചേർന്ന് നിന്നു. അദ്ദേഹം എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ഞാൻ എൻ്റെ ശിരസ് ആ കൈയിലേക്ക് താഴ്ത്തി. ആ നിമിഷം സത്യത്തിൽ എൻ്റെ മനസ്സിൽ എന്താ ഉണ്ടായത് എന്നുള്ളത് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അതേപോലെ ജ്ഞാനപീഠ നിർണയത്തിന്റെ ഫൈനൽ ജൂറിയിൽ ഉണ്ടായ ചർച്ചകൾ, ആ ചർച്ചകളുടെയൊക്കെ ഘട്ടത്തിൽ അക്കിത്തം എന്താണ് എന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അക്കിത്തത്തെ ഒരു പുതിയ കവിയെ മനസ്സിലാക്കുന്ന ഒരു വെളിച്ചത്തിലേക്ക് ഉണരുകയായിരുന്നു അവിടെ ഇതുപോലൊരു കവിയെ കടന്നുപോയിക്കൂടാ എന്ന ബോധത്തിലേക്ക് ആ ജൂറി, പ്രതിഭ റായി, ജ്ഞാനപീഠ ജേതാവായിട്ടുള്ള പ്രതിഭ റായി അധ്യക്ഷയായിട്ടുള്ള ജൂറി വളരെ പെട്ടെന്ന് തന്നെ എത്തുകയായിരുന്നു സത്യത്തില്. അതായത് നമ്മൾ പറയാറുണ്ടല്ലോ, നോ ഹീറോ ഷുഡ് ഗോ അൺസൺ, ഒരു ധീരനും വാഴ്ത്തപ്പെടാതെ കടന്നുപോയിക്കൂടാ എന്ന ഒരു ചിന്തയിലേക്ക് ഉണരുകയായിരുന്നു. തീർച്ചയായും വലിയ ഒരു ധന്യതയാണ് ആ ജ്ഞാനപീഠ പുരസ്കാരം അക്കിത്തത്തിനാണ് എന്ന് നിർണയിച്ച ആ സമിതിയുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതും. അക്കിത്തം എൻ്റെ കാവ്യ ജീവിതത്തിന്റെ പ്രാരംഭഘട്ടം മുതലേ എൻ്റെ മനസ്സിൽ അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു കണ്ണീർ തുള്ളിയാണ്. ആ കണ്ണീർ തുള്ളി ഒരു മഹാസാഗരമായി തന്റെ കവിതയിലൂടെ തന്നെ എൻ്റെ ഹൃദയത്തിന് എന്നെ എത്തിച്ചുയരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ കവിതയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നേരത്തെ സച്ചിദാനന്ദൻ സൂചിപ്പിച്ചതുപോലെ ആധുനികതയുടെ ഒരു പ്രോദ്ഘാടകനായി അദ്ദേഹം എന്നത് തന്നെയാണ്. അതായത് ചങ്ങമ്പുഴ കവിതയുടെ കാൽപ്പനികത നിറഞ്ഞൊരു മാസ്മരികതയുണ്ട്. ആ മാസ്മരികതയുടെ മായികമായ ഒരു അനുഭൂതി ലാവണ്യത്തിൽ അങ്ങനെ എല്ലാം മറന്നു കഴിഞ്ഞ ഒരു സമൂഹത്തെ ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവന്നത് അക്കിത്തമാണ്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്തപെണ്ണിന്റെ കണ്ണുകൾ മുലകലിക്കുന്നു നരവർഗ നവാതിരി എന്നൊക്കെ എഴുതുമ്പോൾ കവിതയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ചേർക്കാമോ എന്നുപോലും സംശയിച്ച, സന്ദേഹത്തോടുകൂടി അങ്ങനെ അതിനെ കണ്ടു നിന്ന ആളുകൾ പോലും ഉണ്ട്. എന്നാൽ അവർ പോലും ഈ തുടുവെള്ള അമ്പൽപ്പൊയ്കയും നാൽപ്പാമരക്കാടും നീലോത്പല ദളനയനങ്ങളും ഒക്കെ മാത്രമല്ല കവിത, അത് ഈ പൊള്ളിക്കുന്ന ജീവിതാനുഭവങ്ങൾ കൂടിയാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തി. അതായത് ഈ ലോല സൗമ്യ പദങ്ങൾ കൊണ്ട് കവിത ഒരുക്കുന്ന ആ രീതിയെ ഈ പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന പാരുഷ്യത്തിൻ്റെതായ വാക്കുകൾ കൊണ്ട് പകരം വെച്ചു അദ്ദേഹം എന്നുള്ളതാണ് സത്യം. അങ്ങനെ ആണ് അരിയപ്പോന്റെ തീയിൽ ചെന്ന് ഈയാമ്പാറ്റ പതിക്കവേ പിന്നീട് ഇടവഴിക്കുണ്ടിൽ കാണുന്നു ശിശുശവങ്ങളെ എന്നൊക്കെ അദ്ദേഹം എഴുതുന്നത്. ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം തന്നെ അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അതായത് ജീവിതത്തെ വർണ്ണാഭമായ ഒരു കണ്ണാടി മാളികയായിട്ട് മാത്രം കരുതിയിരുന്ന ഒരു കാലം കവിതയിലുണ്ടായിരുന്നു. അതിനെ അങ്ങോട്ട് മാറ്റിക്കൊണ്ടാണ് ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം എന്നൊരു സങ്കല്പം മുമ്പോട്ട് വെക്കുന്നത്. ആ ഘട്ടത്തില് കവിതയിൽ ഇടിഞ്ഞുപൊളിഞ്ഞ ലോകത്തെക്കുറിച്ചൊന്നും ആരും സങ്കല്പിക്കുമായിരുന്നു പോലുമില്ല. അങ്ങനെ സങ്കല്പിക്കുന്നിടത്തേക്ക് വന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ തുടക്കം മുതലേ ഈ ജീവിത റിയാലിറ്റിയോട് ജീവിത റിയാലിറ്റിയെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മനസ്സുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം എഴുതിയതിന്റെ അമ്പലച്ചുവരില് 4 വരികളാണ്. അമ്പലങ്ങളിൽ ഈ വണ്ണം തുമ്പില്ലാതെ വരയ്ക്കുകയിൽ വമ്പനാം ഈശ്വരൻ വന്നിട്ടെമ്പാടും നാശമാക്കിടും എന്നെഴുതിയ കവിയ. അന്ന് തന്നെ ഈ സാഹിത്യത്തിലെ ഈ സുന്ദരങ്ങളായ പദങ്ങളോടുള്ള എന്തെങ്കിലും ഒരു പ്രണയം അദ്ദേഹത്തെ നയിച്ചിട്ടില്ല. ഈ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹത്തെ എക്കാലവും നയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ വിളിക്കവേ ഉദിക്കുകയാണ് ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്നൊക്കെ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത്. സ്നേഹത്തെ ഒരു ഋഷിത്വത്തിലേക്ക് ഉയർന്നു നിന്ന് നിർവഹിച്ച കവിയാണ് അദ്ദേഹം. നിരുപാധികമാം സ്നേഹം ബലമായി വരും കമാൽ എന്ന് നമ്മൾ പഠിപ്പിച്ച കവിയാണ്. ഓക്കെ, വളരെ നന്ദി ശ്രീ പ്രഭാവർമ്മ. ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് മാത്രമല്ല, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഈ കാര്യം മാറും. പ്രത്യേകിച്ച് ഇദ്ദേഹത്തെ പോലെ മഹാകവിക്ക് ജ്ഞാനപീഠം പോലെ പുരസ്കാരം എത്തിച്ചു കൊടുക്കുന്നതിൽ ഈ ഇദ്ദേഹത്തിൻ്റെ കവിത എന്താണ് എന്ന് മറ്റ് അവാർഡ് കമ്മിറ്റി അംഗങ്ങളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞത് ജീവിതത്തിലെ തന്നെ താങ്കളുടെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. പക്ഷേ അപ്പോഴും പ്രേക്ഷകർ ഒരിക്കലും വിശ്വസിക്കരുത് ഭൗതിക നേട്ടങ്ങളോട് താല്പര്യപ്പെട്ട് നടന്ന ഒരു കവിയാണ് അക്കിത്തം എന്ന്. അതിനോടൊക്കെ ഒരു നിർമ്മമത പുലർത്താൻ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു വളരെ ചെറുപ്പകാലത്തിലെ തന്നെ. മലയാളത്തിലെ ഋഷിതുല്യമായ കവിയായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കണ്ണീരും ചിരിയും ഒരേ സത്യബോധത്തിൻ്റെ സ്നേഹാനുഭവമാണെന്ന് തിരിച്ചറിഞ്ഞ അക്കിത്തത്തിൻ്റെ കവിതകൾ നിറഞ്ഞ മനുഷ്യസ്നേഹത്തിൻ്റെ ജിഹ്വകളായിരുന്നു. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സല്ലോ സുഖപ്രദം.
വെളിച്ചത്തെയും ഇരുട്ടിനെയും നോക്കി ആ വലിയ ദർശനം ചൊല്ലിത്തന്ന മഹാകവി ഇനി നമുക്കൊപ്പമില്ല. കാവ്യചൈതന്യം കൊണ്ട് സാഹിത്യപഥങ്ങളെ ദീപ്തമാക്കിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരി അരങ്ങൊഴിഞ്ഞു. പ്രിയാവിരഹ ദുഃഖത്തിനഗ്നിയാൽ ധൂമപാളിയാൽ നിശ്വാസവായുവാൽ അശ്രുബിന്ദുവാൽ കാലപൂരുഷൻ മഴമേഘത്തെ നിർമ്മിച്ചു പറപ്പിക്കുന്നു ലീലയായി. ഭാഷയുടെയും ചിന്തയുടെയും പാരമ്പര്യോർജം ആധുനിക കവിതയിലേക്ക് സന്നിവേശിപ്പിച്ചാണ് അക്കിത്തമെന്ന മൂന്നക്ഷരം 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമായത്. തുടർന്ന് അങ്ങോട്ട് മാനവികതയിലൂന്നിയ ആത്മീയതയും ദാർശനികതയും സമം ചേർന്നപ്പോൾ ഭാഗവതം, നിമിഷക്ഷേത്രം, വെണ്ണക്കല്ലിന്റെ കഥ, ബലിദർശനം, ഇടിഞ്ഞുപൊളിഞ്ഞ ലോകം, സമത്വത്തിന്റെ ആകാശം, കരതലാമലകം, സ്പർശമണികൾ, 5 നാടോടിപ്പാട്ടുകൾ, മാനസപൂജ, അങ്ങനെ 47 കൃതികൾ മലയാളത്തിന് വരദാനമായി. കാലമാമഴമേഘത്തെ കണ്ടു നിന്നോർത്തുപോകയാം, ഓടപ്പുല്ലൂതി ലോകത്തെ ഭരിച്ചോരളിവർണ്ണനേ. വരച്ചുകൊണ്ടാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി സർഗജീവിതം ആരംഭിച്ചത്. പിന്നീട് അത് വരികളിലേക്ക് മാറി. ജന്മം കാവ്യമയമായി. ഇടശ്ശേരി, വീട്ടി, ഉറൂബ്, നാലപ്പാടൻ എന്നിവരിലൂടെ പടർന്ന പൊന്നാനിക്കളരിയുടെ പിന്തുടർച്ചക്കാരനായി. ആഴ്ചകൾക്ക് മുൻപ് രാജ്യത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠം സമ്മാനിക്കാനായത് മലയാളത്തിന്റെ പുണ്യം. 7 പതിറ്റാണ്ട് നീണ്ട കാവ്യസപര്യക്കിടെ പത്മശ്രീ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവയടക്കം മഹാകവിയെ തേടിയെത്താത്ത പുരസ്കാരങ്ങൾ ചുരുക്കം. കുമരനെല്ലൂരിൽ അമേറ്റൂർ അക്കിത്തത്ത് മനയിൽ 1926 മാർച്ച് 18-നാണ് അച്യുതൻ നമ്പൂതിരിയുടെ ജനനം. വാസുദേവൻ നമ്പൂതിരിയുടെയും ചേകൂർ മനക്കൽ പാർവതി അന്തർജനത്തിന്റെയും മകൻ. അസുഖം മൂലം പഠനം ഇന്റർമീഡിയറ്റിൽ മുടങ്ങിയതോടെ ഉണ്ണി നമ്പൂതിരി മാസികയുടെ പ്രിന്ററും പബ്ലിഷറുമായി. 1956 മുതൽ ആകാശവാണിയുടെ കോഴിക്കോട്, തൃശൂർ നിലയങ്ങളുടെ ഭാഗമായി. 1985-ൽ എഡിറ്ററായി വിരമിച്ചു. ഭാര്യ ശ്രീദേവി അന്തർജനം കഴിഞ്ഞ വർഷമാണ് വിട പറഞ്ഞത്. പ്രശസ്ത ചിത്രകാരൻ അക്കിത്തം നാരായണൻ സഹോദരനാണ്. മകൻ വാസുദേവനും ചിത്രകാരനാണ്. പാർവതി, ഇന്ദിര, ശ്രീജ, ലീല, നാരായണൻ എന്നിവരാണ് മറ്റു മക്കൾ. ഒരു കണ്ണീർക്കണം കരളിൽ പ്രതിഷ്ഠിച്ച് കാവ്യബിംബങ്ങൾ വാർത്തെടുത്ത അക്കിത്തത്തിന് മലയാളത്തെ മഹിതമാക്കിയ മഹാകവിക്ക് 24-ന്റെ പ്രണാമം. മേവുന്നുമിഴിതോരാതെയൊരു പുരുഷ വിഗ്രഹം, മാനത്തേക്കുന്തി നിൽക്കുന്ന മുനമ്പിൽ പൂർണ്ണമുഗ്ധനായി അവന്റെ കണ്ണിൽ താഴത്തു നിൽപ്പൂ വർഷാഘനാഘനം, സാനുവിൽ തിണ്ടുകുത്തുന്ന കൊമ്പനാന കണക്കിനെ. മലയാളത്തിലെ മഹാകവികളുടെ പരമ്പരയിലെ ഇതിഹാസ കവിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. തന്റെ മനസാക്ഷിക്കനുസരിച്ച് കാലത്തോട് പ്രതികരിച്ച അക്കിത്തത്തിന്റെ കവിതകളിൽ മനുഷ്യ സങ്കീർത്തനമാണ് ഉയർന്നു കേട്ടതെല്ലാം. മാനവികതാവാദവും അഹിംസാവാദവും ആ കവിതകളുടെ അന്തർധാരയാണ്. മാനവികതയിൽ ഊന്നിനിന്നുള്ള ആത്മീയതയും ആഴത്തിലുള്ള ദാർശനികതയും അക്കിത്തം കവിതകളിലെ മുഖമുദ്രയാണ്. സ്നേഹത്താൽ നിർമ്മിക്കപ്പെടേണ്ടവയാണ് ജീവിതമെന്ന് അദ്ദേഹത്തിന്റെ ഓരോ രചനയും ഓർമ്മിപ്പിക്കുന്നു. മാനവികതാവാദവും അഹിംസാവാദവും അന്തർധാരയായ ആ കവിതകൾ മനുഷ്യ സങ്കീർത്തനത്തിന്റെ ഉത്തമോദാഹരണങ്ങളാണ്. മനുഷ്യന്റെ കരുത്ത് കരയാനുള്ള അവന്റെ ശേഷിയിലാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. നീണ്ട ഭൂതകാലത്തെ ഉൾക്കൊണ്ട് സമകാലത്തെ ആവിഷ്കരിച്ച അക്കിത്തം കവിതകളിൽ നിറഞ്ഞുനിന്ന മനുഷ്യസ്നേഹം കവിതാസ്വാദകരുടെ ഉള്ളം നിറയ്ക്കുന്നതാണ്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം, എന്റെയല്ലീ കൊമ്പനാനകൾ, എന്റെയല്ലീ മഹാക്ഷേത്രവും മക്കളെ, വെളിച്ചം ദുഃഖമാണു നീ, തമസല്ലോ സുഖപ്രദം തുടങ്ങി അക്കിത്തത്തിന്റെ ഒട്ടേറെ വരികൾ എല്ലാ തലമുറയിലെയും മലയാളികൾക്ക് സുപരിചിതമാണ്. മലയാളികളെ ഏറെ പ്രകോപിപ്പിക്കുകയും ആത്മപരിശോധനയ്ക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്ത 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന കൃതി രചിക്കപ്പെട്ട് 6 പതിറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ഇന്നും അത് മലയാളികൾ ചർച്ച ചെയ്യുന്നു. ചെയ്ത തെറ്റുകളെ ചൊല്ലി പശ്ചാത്തപിക്കുന്ന മനുഷ്യനെ നിരന്തരം വരച്ചിട്ട കവിയുടെ സാന്നിധ്യം എന്നും മലയാളികൾക്ക് ആശ്വാസമാണ്. സങ്കടങ്ങളെ സ്നേഹത്തിന്റെ പെരുമഴ കൊണ്ട് അണയ്ക്കുന്ന ആ കവിതകളും. റിസർച്ച് ഡെസ്ക് 24.
അക്കിത്തത്തിൻ്റെ രചനകളിൽ ഏറ്റവും ശ്രദ്ധേയമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഇതിലെ ഓരോ വരിയും കവിയുടെ കാഴ്ചപ്പാടുകളും ജീവിത വീക്ഷണവും വിളിച്ചോതുന്നവയാണ്. 1948-49 കാലഘട്ടം കമ്മ്യൂണിസ്റ്റുകാരുമായുണ്ടായിരുന്ന സഹവർത്തിത്വത്തിൽ നിന്നാണ് അക്കിത്തം 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എഴുതുന്നത്. കവിത പുറത്തു വന്നതോടെ കവി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി ചിത്രീകരിക്കപ്പെട്ടു. ഹിംസയുടെ വിരുദ്ധപക്ഷത്ത് നിലകൊള്ളാനുള്ള ആഹ്വാനമായിരുന്നു ആ ദീർഘകാവ്യം. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം. കൽക്കത്ത തിസീസിന്റെ കാലത്താണ് കവിത പ്രസിദ്ധീകരിച്ചു വന്നത്. അതായിരിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചൊടിപ്പിച്ചത്. പാർട്ടി വിരുദ്ധ കൃതി എന്ന നിലയിൽ എതിർപ്പുണ്ടായി. ചിലർ അക്കിത്തത്തോട് കയർത്തു. എന്നാൽ തനിക്ക് സ്തോഭമൊന്നും തോന്നിയിട്ടില്ലെന്ന് പിന്നീട് കവി വ്യക്തമാക്കുകയുണ്ടായി. അപ്രകാരം എഴുതിയതിൽ അന്നും പിന്നീടും തെല്ലും മനസ്താപമുണ്ടായിട്ടില്ലെന്ന് അക്കിത്തം പറഞ്ഞിട്ടുമുണ്ട്. പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ ഹിംസ ആസൂത്രണം ചെയ്യുന്നതിനോട് അക്കിത്തത്തിന് ഒരിക്കലും യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ സോഷ്യലിസം എന്ന ആശയത്തെ തീർത്തും ഉപേക്ഷിക്കാനും തോന്നിയിരുന്നില്ല. ഇത്തരം ധർമ്മസങ്കടങ്ങളിൽ നിന്നാണ് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ജന്മം കൊണ്ടത്. സ്നേഹത്താൽ അടിത്തറപാകിയും എന്നാൽ കെട്ടുപാടുകളില്ലാത്ത ബന്ധത്താലും ജീവിതം ഉറപ്പുള്ളതാക്കണമെന്ന് കവിതയിലെ ഓരോ വരികളും പറഞ്ഞുവെക്കുന്നുണ്ട്. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. സങ്കീർണമായ ജീവിതത്തിന്റെ എല്ലാ അടിയൊഴുക്കുകളും ഉൾക്കൊണ്ട ഒരു മനുഷ്യന്റെ ചിത്രമായും രൂപാന്തരപ്പെടുന്നുണ്ട് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. പിന്നീട് ആധുനിക മലയാള കവിതയുടെ മുതൽക്കൂട്ടായി മാറി കവിയും കവിതയും. ഈ കവിതയ്ക്ക് 1952 സഞ്ജയൻ അവാർഡും ലഭിക്കുകയുണ്ടായി. റിസർച്ച് ഡെസ്ക് 24. മഹാകവി അക്കിത്തം ഓർമ്മയായി ഇന്ന് രാവിലെ തൃശ്ശൂരിലെ ഹൈടെക് ആശുപത്രിയിലാണ് അന്ത്യം ഉണ്ടായത്. നമ്മളുടെ കാവ്യ ലോകത്ത് വലിയൊരു സാന്നിധ്യം ഇല്ലാതാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം കുറച്ചധികം കാലം കോഴിക്കോട് ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹത്തെ അടുത്തറിയുന്ന കവി പി ശ്രീധരൻ ഉണ്ണി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നു. നമസ്കാരം ഉണ്ണി സാറേ. എനിക്കറിയാം അക്കിത്തമായി ഒരുപാട് ചങ്ങാത്തം നിലനിർത്തിയിരുന്ന ഒരു ആകാശവാണിക്കാരനായിരുന്നു താങ്കൾ. അതിനപ്പുറം താങ്കൾ കവിയായിരുന്നു. എപ്പോഴെങ്കിലും അദ്ദേഹം, അതായത് ആകാശവാണി കാര്യങ്ങൾ വിട്ട് പലപ്പോഴും ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും കുറച്ച് സംസാരിച്ചിട്ടുള്ളത് ആകാശവാണിയെക്കുറിച്ചാണ്. അപ്പോൾ കവിതയെക്കുറിച്ചായിരുന്നു അദ്ദേഹം നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ കൂടുതലും ചർച്ച ചെയ്തിരുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചർച്ചാ വിഷയം എപ്പോഴും കാണുമ്പോൾ? തീർച്ചയായും കവിത തന്നെയാണ്. കാരണം ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ കൃതി വായിക്കുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ്. ആ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസത്തിൽ നിന്ന് മറ്റൊരു ജീവിത തലത്തിലേക്ക്, ദാർശനികമായ ഒരു തലത്തിലേക്ക് അദ്ദേഹം വന്നത് എങ്ങനെ എന്ന് പലപ്പോഴും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. അതിനുള്ള വ്യക്തമായ ഉത്തരം കിട്ടിയില്ലെങ്കിലും ഇത് ജീവിതത്തിന്റെ ഓരോ പരിണാമങ്ങളാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഏതായാലും അദ്ദേഹം ജീവിതത്തിന്റെ കവിതയുടെ പല തട്ടകങ്ങളെ കൈയടക്കിയ വ്യക്തിയാണ്. ആദ്യം കാൽപ്പനികത, അത് കഴിഞ്ഞ് റിയലിസം, അത് കഴിഞ്ഞ് ദാർശനികത, ഇതെല്ലാം ഒന്നിച്ച് കൊണ്ടുപോയ വ്യക്തി എന്ന നിലയ്ക്കുള്ള സംഭാഷണങ്ങളാണ് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ അതായത് പുരോഗമനവാദികളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു യാഥാസ്ഥിതിക ചുറ്റുപാടിലേക്ക് നീങ്ങുന്ന ഒരാൾ എന്ന നിലയിൽ ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിനെ തിരിക്കാനും അടയാളപ്പെടുത്താനും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഇപ്പോഴൊന്നുമല്ല, വളരെ പണ്ട്. ആ ഒരു കാലം ഉണ്ണിസാറിന് ഓർമ്മയുണ്ടാകും. ഓർമ്മയുണ്ട്. കാരണം അത് വാസ്തവത്തിൽ ഒരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ഒരു പഴഞ്ചൻ ആയിട്ട് ജീവിച്ച ഒരു കവിയല്ല. എല്ലാ കാലത്തും പുരോഗമന ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രകടിപ്പിച്ച കവിയാണ്. മറ്റേത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടോ അല്ലെങ്കിൽ പ്രത്യേകമായ ആശയഗതികളോടോ ഒന്നുമുള്ള അമിതമായ ആഭിമുഖ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുണ്ട്. ജീവിതം എന്നതാണ് അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം. ആ ജീവിതത്തിന്റെ സംഘർഷങ്ങൾ ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള കവിതകളോടായിരുന്നു അദ്ദേഹം ആഭിമുഖ്യം എന്ന് തോന്നിയിട്ടുണ്ട്. ഉണ്ണിസാറെ, മറ്റൊരു കാര്യം, അങ്ങയ്ക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളാണ് MD. അതേപോലെ അക്കിത്തത്തിനും മനസ്സിൽ ഏറ്റവും അടുപ്പമുള്ള ആളാണ് MD. അപ്പോൾ MDയും അക്കിത്തവും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എങ്ങനെയാണ് ശ്രീധരൻ ഉണ്ണിസാർ കാണുന്നത്? അത് വാസ്തവത്തിൽ ഒരു ഗുരു ശിഷ്യ ബന്ധം പോലെയാണ്. നാട്ടുകാർ എന്നുള്ള ബന്ധത്തിനപ്പുറം MT അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലെ വഴികാട്ടിയായ ഗുരു എന്ന
നിലയ്ക്കാണ് എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. അത് ആ രീതിയിലുള്ള സംഭാഷണങ്ങളാണ് പലപ്പോഴും നടന്നിട്ടുള്ളതും എന്നും എനിക്കറിയാം. ഏതായാലും രണ്ടുപേരുടെ തട്ടകം രണ്ടാണ്, ഒന്ന് കഥയാണ് ഒന്ന് കവിതയാണ് എങ്കിൽ പോലും അവരുടെ ജീവിതത്തിന്റെ വഴികൾ ഒന്നാണ്, അവര് വിശ്വസിച്ച ആശയഗതികൾ ഒന്നാണ്. അതുകൊണ്ട് അവരുടെ മാനസികമായ ഐക്യം എല്ലാ കാലത്തും നിലനിന്നിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, വളരെ നന്ദി ഉണ്ണി സാറേ. സങ്കടകരമായി മുഹൂർത്തത്തിൽ നമുക്കൊപ്പം ചേർന്നതിന്. പ്രേക്ഷകർക്ക് അറിയും പോലെ മഹാകവി അക്കിത്തം അന്തരിച്ചു. ഇന്ന് രാവിലെ 8:10 തൃശ്ശൂരിലെ ഹൈടെക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഒരുപക്ഷെ ഒരുപാട് കവിതകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഭൗതികമായി കടന്നു പോകുന്നത്.